ആനന്ദ കല്യാണം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമില്ല. എന്റെ മുന്നിലിരിക്കുന്നവരോട് ഒറ്റ ശ്വാസത്തിലാണ് ഞാനത് പറഞ്ഞത്. കസേരകൾ വലിച്ചിട്ട് കുറച്ചുപേർ എന്നെ ഒരു ഞെട്ടിലോടെ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ മോതിരമായി നിന്നവൻ എന്നെ ഇതെന്ത് സാധനത്തിൽ തുറിച്ചു നോക്കി. ചുരുക്കി പറഞ്ഞ അവിടെയുള്ളവരുടെ നോട്ടം VIP ആയ എന്നിലാണ്. എന്നാൽ എന്റെ കണ്ണുകളാവട്ടെ ഒരാളിൽ മാത്രമായിരുന്നു. എടി കുരുത്ത കേട്ടവളെ, എന്താ നീ പറഞ്ഞേ? അച്ഛന്റെ അലറൽ കാരണം എനിക്ക് ആ മുഖത്തുനിന്ന് കണ്ണെടുക്കേണ്ടി വന്നു. മോളെ എന്താ ഈ പറയുന്നേ? അപ്പൊ മോളുടെ ഇഷ്ടത്തോടെയല്ലേ ഈ കല്യാണം തീരുമാനിച്ച്? അല്ല, എനിക്ക് കല്യാണം ഇഷ്ടമില്ല. ഞാൻ എന്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാ പിന്നെ ഇത് ആദ്യം തന്നെയാണ് പറഞ്ഞുകൂടായിരുന്നോ? ഇതിപ്പോ ആളെ മെനക്കെടുത്താൻ വെറുതെ വിളിച്ചു വരുത്തി അപമാനിക്കണമായിരുന്നോ? ആ ഡയലോഗ് ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് ചെക്കൻ എന്ന് പറയുന്നവന്റെ അമ്മാവനാണെന്ന് തോന്നുന്നു. അയാൾ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. രണ്ട് കൈകൾ വന്ന് എന്റെ തോളിൽ ബലമായി അമരുന്നുണ്ട്. എന്താടി പറഞ്ഞ്? ബോധല്ലേ നിനക്ക്? മിണ്ടാതെ കൈ നീട്ടി. അച്ഛൻ ബലമായി എന്റെ കൈ ആ പയ്യൻ എന്ന് പറയുന്ന കുരങ്ങന്റെ മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ തിരിച്ചും വലിച്ചു. എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അച്ഛൻ എന്താ മനസ്സിലാവില്ലെന്നുണ്ടോ? ഇയാളോട് വിളിച്ചു പറഞ്ഞ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാന്ന്. ആണോടാ? അതും ആ അമ്മാവൻ തന്നെയാണ് ചോദിച്ചത്. എന്നിട്ടാണോടാ ഞങ്ങളെയൊക്കെ ഒരുക്കി കെട്ടി നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അതെ, പെൺകുട്ടികളെ മര്യാദക്ക് വളർത്തണം. അതെങ്ങനെ? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച സാധനല്ലേ? അതല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കൂ. ആ ഡയലോഗ് വന്ന് എന്റെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് പറയാൻ വാവിളിക്കുന്ന അയൽവാസി ഒരു ദരിദ്രവാസി തള്ളയുടെ അടുത്തു നിന്നുമാണ്. നിങ്ങളെല്ലാവരും എന്തിനാ ആ കുട്ടി എങ്ങനെ കുറ്റം പറയുന്നത്? പിന്നെ ഇത് കല്യാണമൊന്നല്ലല്ലോ, മനസ്സമ്മതമല്ലേ? ദേ ജോസേ, ഇത് നിങ്ങളുടെ മനസ്സമ്മതമല്ല, കല്യാണം നിശ്ചയ. എന്റെ മോളുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ. അച്ഛനായിരുന്നു പറഞ്ഞു. മൂപ്പർക്ക് എന്നെ ഭിത്തിയിൽ കയറ്റാനുള്ള കലിയുണ്ട്. ഹ, അതെങ്ങനെ ശരിയാവും ദാസേട്ടാ? പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാണ്ട് കല്യാണം എങ്ങനെ ഉറപ്പിക്കും? ആ പറഞ്ഞ ആരാണെന്ന് ഞാൻ നോക്കിയില്ല. കാരണം എന്റെ കണ്ണുകൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന മട്ടിൽ ആ കൈ കെട്ടി നിൽക്കുന്നവരിലായിരുന്നു. നിങ്ങൾ ഇരുന്ന് ഉറപ്പിക്കുക കെട്ടിക്കുക എന്ത് വേണേലും ആയിക്കോ, പക്ഷേ അതെ ഇനി ഈ പെണ്ണിനെ എന്റെ മോന് വേണ്ട. അത് പറഞ്ഞ അച്ഛൻ എന്ന് പറയുന്ന ആൾ ആ ചെക്കന്റെ കൈ പിടിച്ച് നടന്നു. ഒപ്പം കൂടെ പോകുന്ന പരിവാരങ്ങളും വിത്ത് അമ്മാവനും. ഇത് പറഞ്ഞ ഞാനായിരുന്നു കേട്ടോ ആത്മ. പോവാൻ പറ. ആരെയാ മോൾക്ക്? ആരോടാ മോൾക്ക് ഇഷ്ടം? ജോസേട്ടൻ തന്നെയായിരുന്നു ചോദിച്ചത്. ഏറിപ്പോടിയാത്ത് അച്ഛൻ അലറി. അത് ഞാൻ കേട്ടില്ല. ചൂണ്ടുവിരൽ മെല്ലെ പൊങ്ങി നേരെ ഏറ്റവും പുറകിലോട്ട്. സുഹൃത്തുക്കളെ, എല്ലാവരും അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ മടിയുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. ലാലേട്ടൻ സ്റ്റൈലിൽ മുണ്ടും മടക്കി കുത്തി കട്ടി മീശയുടെ തുമ്പൊരൽപ്പം മുകളിലേക്ക് പിരിച്ച് വിത്ത് നല്ല കട്ട താടിയായിട്ട് കൈയും കെട്ടി ഏറും പിടിച്ച് നിൽക്കുന്നതോ ആ മുതലാ നമ്മുടെ നായകൻ. ഞാൻ ചെറിയ നാടത്തിൽ പറഞ്ഞു. എൻ്റെ മാത്രം ആനന്ദേട്ടൻ. എൻ്റെ വിരൽത്തുമ്പിൻ്റെ ഒപ്പം നീങ്ങിയ ഓരോ കണ്ണുകളും. ആ പേര് പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ടത് കുറേ കാലുകളാണ്. കാരണം ഞാൻ നിലത്തിടക്കുകയാണ്. ഉമിനീരിനൊക്കെ ചോരയുടെ ടേസ്റ്റ്. കവിളാണെങ്കിൽ പുകയുന്നുണ്ട്. അടി കിട്ടിയെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. മുഖമുയർത്തി നോക്കിയാൽ ഞാൻ കണ്ടു കസേരകളെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുണ്ടും മടക്കി കുത്തി ചവിട്ടിത്തുള്ളി പോകുന്നവനെ, എൻ്റെ ആനന്ദേട്ടനെ. കുറേ രസങ്ങൾ ആ മുഖത്ത് കാണാൻ ആഗ്രഹിച്ച് ഞാൻ കണ്ടതോ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട്. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും എല്ലാം ഒരു നിമിഷം കൊണ്ട്. സാരല്ല, ശരിയാക്കാം, സമയമുണ്ടല്ലോ. ചോദിക്കേണ്ടായിരുന്നു എന്ന പോലെയാണ് ജോസേട്ടനെ നിൽപ്പ്. ആനന്ദാ നിക്കടാ, ഞാനും വരുന്നടാ, എന്നെ കൂടി കൊണ്ടുപോടാ. അതും പറഞ്ഞിരുന്ന ജോസേട്ടൻ നിന്നെടുത്ത് മൂപ്പരെ പൊടി പോലും കണ്ടില്ല. പിന്നെ അപ്പോഴാണ് വേറൊരാളുടെ കാര്യം ഓർത്ത് മെല്ലെ ഇടം കണ്ടിട്ട് ചെരിഞ്ഞു നോക്കി. കാഞ്ചീപുരം സാരി ഉടുത്ത് അവിടെ ഒരു മൂലയിൽ കണ്ണും തുറിച്ച് എന്നെ നോക്കി നിൽക്കുന്ന ഒരു ഭദ്രകാളി. ചവിട്ടിത്തുള്ളി അവളും പോയി അകത്തേക്ക്. ആ പോയ മുതൽ ആരാണെന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. അതാണ് എൻ്റെ ഒരേ ഒരു ചേച്ചി ഹിമ. കുറച്ചു നേരം മുമ്പ് മുണ്ടുമടക്കി കുത്തി ഇവിടുന്ന് പോയ ആ മുതലിൻ്റെ പൂർവ്വ കാമുകിപ്പെട്ട അണിഞ്ഞവൾ. അപ്പം ഞാൻ ആരാണെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഞാനാണ് ഈ കഥയിലെ നായിക ഹൃദ്യ. പാവൻ്റെ ചേച്ചി എന്ന് പറയുന്ന ആ സാധനം തേച്ചിട്ട് പോയ പിറ്റേ ദിവസം കയറി പ്രേമിച്ചതാ അങ്ങേരെ ഞാൻ. ഈ ഹൃദയത്തിൽ ആഴത്തിൽ എൻ്റെ 15-ാം വയസ്സിൽ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പക്ഷെ അങ്ങേർക്ക് അതറിയില്ല. നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് റൊമാൻറ്റിക് ആയിട്ട് പോയി പറയാനിരുന്ന അതിപ്പോൾ ഇങ്ങനെയായി. പിന്നെ കേട്ടത് അച്ഛൻ്റെ ഒരു അലർച്ചയായിരുന്നു. നീ ഒറ്റൊരുത്തിയാ ഇവളിങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ച്. അവളുടെ ഒരു പ്രേമം, അതും പ്രേമിക്കാൻ അവനില്ലാതെ വേറെ ആരും കിട്ടിയില്ല അവൾക്ക്. ചേച്ചി പ്രേമിച്ച് തേച്ചിട്ട് പോയവനെ. നിന്നെക്കാൾ 20 വയസ്സിന് മൂത്ത, എന്നിട്ട് അവനെ കിട്ടിയിലോട്ട് നിനക്ക് പറയടി. അച്ഛൻ അടിക്കാനായി കയ്യോങ്ങിയതും. വീട് മനുഷ്യ, തല്ലി കൊല്ലാതെ അതിനെ. ആനന്ദിന് എന്താണ് ഒരു കുഴപ്പം? കുറച്ച് പ്രായ കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ചോ? അപ്പൊ പിന്നെ ബാക്കി ആർക്കുള്ള? നിന്റെ തന്തക്കോ? എന്നെ കൊണ്ട് വെറുതെ. നിങ്ങളുടെ ആ പുന്നാരമോൾ തേച്ചിട്ട് പോയതല്ലേ, അപ്പൊ പിന്നെ അതിന് പരിഹാരമാവും. അത് മാത്രമല്ല മനുഷ്യ, ഇവിടെ കല്യാണ സദ്യയുടെ പൈസയും ലാഭിക്കാം. അമ്മയൊന്ന് കളിപ്പിച്ച് നോക്കി അച്ഛൻ. അതോടെ അമ്മയുടെ വാടഞ്ഞു. ഞാനൊന്ന് അമ്മയെ കൂർപ്പിച്ച് നോക്കി. അമ്മയുടെ ഒരു കാഞ്ഞ ബുദ്ധിയായി. അമ്മ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കല്യാണത്തിന് ഫുഡ് ഓർഡർ കൊടുക്കുന്നത് ആനന്ദേട്ടൻ്റെ മേലെടുത്ത് കാറ്ററിങ്ങിനാണ്. ഇത് നടക്കില്ല അമ്മ.
ഇതാണ് മോളുടെ മനസ്സിലിരിപ്പെങ്കിലേ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നാ അച്ഛാ എന്നെ അങ്ങ് മറന്നേക്ക്, തൂങ്ങും ഞാൻ ഉത്തരത്തില്. അറിയാലോ എന്നെ നല്ലപോലെ. ഒരാവേശത്തിൽ പറഞ്ഞ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് അപ്പോൾ നിളിച്ചിരിക്കുന്ന അതിശയഭാവമാണ്. എന്റെ മകൾ ഇത്രയൊക്കെ വളർന്നു എന്ന ഭാവം. അവള് പോയി ചാവട്ടച്ചാ, എന്നാൽ ആനന്ദിന്റെ അവൾ കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. മുടിയും അഴിച്ചിട്ട് ഭദ്രകാളി രൂപം എടുത്ത് വീണ്ടും വന്നു എന്റെ പുന്നാര ചേച്ചി. ദുഷ്ട ചേച്ചിയായി പോയി. അല്ലെങ്കിൽ അവൾക്ക് കിട്ടാത്ത എനിക്ക് കിട്ടരുതെന്നുള്ളൊരു വൃത്തികെട്ട കുശുമ്പ്. ദേ ചേച്ചി, ചേച്ചിയാണെന്ന് ഞാൻ നോക്കത്തില്ല. ഒരു ഗൾഫുകാരനെ കണ്ടപ്പോൾ ആനന്ദിനെ തേച്ചിട്ട് പോയതല്ലടി നീ, എന്നിട്ട് വീണ്ടും വന്നിരിക്കുന്ന അവള്. നിനക്ക് വേണ്ടായിട്ടല്ലേ, പിന്നെന്താ? ഞാനും വിട്ടുകൊടുത്തില്ല. ആഹാ, എനിക്ക് വേണ്ടാത്തൊക്കെ നീ എടുക്കോടി. കാളി നിന്ന് അലറി. എടുക്കും, എനിക്ക് അതാ ശീലം, അമ്മ പഠിപ്പിച്ചാ. അത് നിനക്കും അറിയാലോ. ഞാൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അത് സത്യമായതുകൊണ്ട് പിന്നെ അവളൊന്നും മിണ്ടിയില്ല. എന്നോട് അവൾ അതും പറഞ്ഞ് തിരിഞ്ഞതും അമ്മ എന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. എന്നേക്കാൾ 8 വയസ്സ് മൂത്തതാണ് ചേച്ചി എന്ന് പറയുന്ന ഈ സാധനം. അവൾ ഉപയോഗിച്ച് കേടുവരുത്തിയ സാധനങ്ങൾ മുതൽ എന്തിനേറെ പറയുന്നു, നഴ്സറിയിൽ പഠിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്ന സ്ലേറ്റ് മുതൽ ഇങ്ങോട്ട് അവളുടെ ഡ്രസ്സ് വരെ എൻ്റെ അളവിലാക്കി അമ്മ എനിക്ക് തരും. എന്നിട്ടൊരു ഡയലോഗും. എൻ്റെ മോൾക്കായിട്ട് അമ്മയെല്ലാം സൂക്ഷിച്ച് വെച്ചതാണ് പോലും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിലോ അപ്പോൾ ഇവർ എന്ത് ചെയ്യും. ഒരിക്കൽ ഞാൻ അമ്മയോട് ചോദിച്ചു. അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു അമ്മയുടെ മറുപടി. എടാ ആനന്ദ, നീ ഇങ്ങനെ മെരുകിനെ പോലെ നടക്കാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കടാ. നിന്റെ ജോസേട്ടനാടാ പറയുന്നത്. എന്നാലും എൻ്റെ കർത്താവേ, എനിക്ക് ആലോചിക്കാൻ മേല ആ കൊച്ചിൻ്റെ മനസ്സിൽ ഇവനായിരുന്നു എന്നുള്ളത്. അതും പറഞ്ഞ് ജോസേട്ടൻ ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടത് അവൻ രൂക്ഷമായ അയാളെ നോക്കി. എന്നാലും എൻ്റെ കർത്താവേ, അയ്യോ, എന്നാലും അടിച്ചല്ലോ മോനെ ബൂട്ടാം ബമ്പർ. ചേച്ചി പോയപ്പോ അനിയത്തി, അതും കിളുന്ത് കൊച്ച്. ഇത് നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നടാ അവേ? നീ ഒരു ജഗ ജില്ലാടി തന്നെ. അടി. ജോസേട്ടൻ വീണ്ടും കത്തി കയറുവാണ്. ദേ, എന്റെ കൈയകലത്തിൽ നിന്ന് കുറച്ചെങ്ങാനും മാറിക്ക് നന്നാവും. അല്ലെങ്കിൽ പ്രായത്തിന് മൂത്താണെന്ന് നോക്കത്തില്ല, ഞാൻ ഒറ്റ ചവിട്ടം കയറും. പിന്നെ ആ തിളക്കുന്ന സാമ്പാറിൽ പോയി കിടക്കും, വെണ്ട കഷ്ണവും കെട്ടിപ്പിടിച്ച്. കറുപ്പും വെളുപ്പും ഇടകലർന്ന നല്ല കട്ടത്താടി കൈകൊണ്ട് മാടി ഒതുക്കി. ജോസേട്ടനൊന്ന് പുറകോട്ട് നോക്കി. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മാറിയിരുന്നേക്കാം, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ സാമ്പാറിലിട്ടും. ജോസേട്ടാ. കുറച്ച് അകലെ നിന്നാണ് വിളി. ഞാൻ കേട്ടത് സത്യമാണോ? അതിന് നീ എന്തോന്നാ കേട്ടെ? അല്ല, ആ പെങ്കുച്ചിനെ നമ്മൾ ഹൃദയക്ക് ഇവനെയാണ് ഇഷ്ടം എന്നൊരു കരക്കമ്പി കേട്ടു. മുരിങ്ങാക്കോലിന് ബോഡി ബനിയൻ ഫിറ്റ് ചെയ്ത് ഉള്ളിയും മരിഞ്ഞ് കണ്ണിലൂടെ കണ്ണുനീരൊഴുക്കി കളയുന്ന ആ മുതലാണ് ആനന്ദിന്റെ പെങ്ങളുടെ മകൻ. പേര് ഉമേഷ്. ആളിങ്ങനെയൊക്കെയാണെങ്കിൽ ആളൊരു പാചക വിദഗ്ധനാണ്. എന്റെ ജോസേട്ടാ, ബാക്കിയുള്ളമാരിവിടെ ഓരോ സാധനത്തിന്റെ പുറകെ നടന്ന് ചെരുപ്പ് തേഞ്ഞ മെച്ചം. അല്ലേലും നമ്മളെയൊന്നും ആർക്കും വേണ്ടാലോ. അല്ല, ഇങ്ങനെ ഇത് കണ്ടിട്ടാ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അല്ലേലും നരകരവുമാരെ മതി. അതും പറഞ്ഞ് ആനന്ദിനൊന്ന് പാളി നോക്കി ഉമേഷ്. അവനാണെങ്കിൽ മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയിലാണ് നടപ്പ്. ആനന്ദേ, ഞാൻ നോക്കിയിട്ട് നല്ലൊരു അവസരം, പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയം. നീ അവളെ കെട്ടിയ ആ ഹീമക്കരയോട് പ്രതികാരം ചെയ്യടാ. അവള് നാണം കേട്ടെ. അല്ല പിന്നെ. അവൻ എന്തോ എടുത്തതും എറിഞ്ഞതും ഒരുമിച്ചായിരുന്നു. വെള്ളപൊച്ചി നിൽക്കുന്ന ജോസേട്ടനെ കണ്ട ഉമേഷ് ചിരി പൊട്ടി. മൈദപ്പൊടിയിൽ കുളിച്ചിരിക്കുന്ന ജോസേട്ടെ. അയ്യവാ, നീ എന്തോന്നാണ് ചെക്ക ഈ കാണിച്ചു വെച്ച്? ഇതാ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു നല്ല ഉപദേശം കൊടുക്കാൻ മേലാന്ന്. ഇനി ഇതും പറഞ്ഞങ്ങനെ എന്റെ മുമ്പിലോട്ടെങ്ങാനും വന്നാ ദേ, ഈ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ പോലുള്ള മോന്തായം ഇതിന്റെ ഭംഗി കുറച്ചുകൂടി അങ്ങോട്ട് കൂട്ടിത്തരും. ഒരു കല്യാണരാമൻ കളിക്കുന്നു. അവിടെ ഒടുക്കത്തെ ഒരു പ്രേമം മണ്ണാങ്കട്ട ഈ ആനന്ദൊരുത്തിയുടെ മുമ്പിൽ വീണു, ശരിയാണ്. പക്ഷെ ഇനി വീഴില്ല. എന്നാൽ അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ പേര് പറഞ്ഞ്. അവിടെയുള്ള മറ്റു സാധനങ്ങൾ വായുവിൽ ഉയർന്ന് പറക്കാൻ തുടങ്ങി. ജോസേട്ടന്റെ മുഖത്ത് ദയനീയത വാരി നിറച്ചു. എന്തോന്നടേ ഇത്, പൂരം കഴിച്ച പൂരപ്പറമ്പോ? എടാ, നീ എന്നെ കൊന്നാലും വേണ്ടില്ല. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ചേച്ചി കാണിക്കാത്ത ധൈര്യ കൊച്ചു കാണിച്ചില്ലേ? മിടുക്കിയാടാ അവള്. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്നാരുടെ ഡയലോഗായിരുന്നു. ഓർത്തിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് നോക്ക്. ഇവൻ ഏതാണ്, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. കണ്ടോ എന്റെ രോമം വരെ എഴുന്നേറ്റിരിക്കുന്നത്? രോമാഞ്ചം കയറിപ്പോടാ, സത്യമായിട്ട് രോമാഞ്ചം. എന്നാ അവനെ നിങ്ങളെ കെട്ടിക്കോ, സമയം പോയിട്ടില്ല. ദേ, ആനന്ദിന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല, ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. അതിന് വെച്ചതാണ് ഈ വെള്ളങ്കി, അതങ്ങ് വാങ്ങി വെച്ചേര്. പിന്നെ ആ കുട്ടി ദേവാങ്കിരോടും കൂടെ പോയി പറഞ്ഞേക്ക്. അതും പറഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവിടുന്ന് പോയിരുന്നവൻ. ഹൈ ഡാ, ഒന്ന് അവിടെ നിന്നേടാ നീ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീ ആർക്ക് വേണ്ടിയാടാ ബ്രഹ്മചാരിയാൻ പോകുന്നത്? നിനക്കിട്ട് പണിയൊന്നും പോയവൾക്ക് വേണ്ടിയിട്ടാ. അവള് കെട്ടി ഇതിനുള്ള വാശി തീർക്കും പോലെ നാടകത്തിന് പ്രസവിക്കുകയും ചെയ്തു. കർത്താവായിട്ട് ആ പെണ്ണിന് ഇതിനോട് പ്രേമം തോന്നിപ്പിച്ച് നീ ഒന്ന് കണ്ണാടിയിൽ നോക്കിയേ അല്ലേ? ജോസേട്ടാ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ആനന്ദൊരു ഒറ്റയാനാ, ഇനിയോ അത് അങ്ങനെ മതി. അത് പറഞ്ഞവൻ വീണ്ടും ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹൈ ഡാ കന്നാലി, വയസ്സാകാലത്ത് ഒരിട്ട് വെള്ളം എടുത്തേരാ ആരെങ്കിലും വേണ്ടടാ. നോയിക്കോ, ഇങ്ങനെ പോയ നീ വെള്ളം കിട്ടാ ചാവിടാ നാറി. ആയിക്കോട്ടെ. പിന്നെ ഒരു ചായ കുടിക്കാൻ ചായക്കട തന്നെ വാങ്ങേണ്ട ആവശ്യം ഈ ആനന്ദിന് വരില്ല. ജോസേട്ടൻ മാറി, ഞാൻ പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് മറ്റേ ഈ വികാര വിചാരങ്ങൾ അങ്ങനെയൊന്നുമില്ലേ?
എടാ ഇനി നീ വല്ലം മറ്റേതെങ്ങനെയാണോ ആണോ? അയാളൊരാക്കിയ ചിരിയോട് അവനോടായി ചോദിച്ചു. ദേ ജോസേട്ടാന്ന് വിളിച്ച വാ കൊണ്ട് പൂന്തേനരുവി പാടിക്കരുത് തന്നെ കൊണ്ട് മുന്നിന്ന് മാറിക്കോ. നിങ്ങൾക്ക് അതാവും ആരോഗ്യത്തിന് നല്ലത്. ഇല്ലെങ്കിൽ ഈ മോന്ത പിടിച്ച് ഈ റോട്ടിലിട്ട് ഞാൻ ഉരച്ചെടുക്കും കേട്ടാ. തൽക്കാലം നാളത്തേക്കുള്ള സദ്യയുടെ കാര്യം നോക്ക്. അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൻ പോയി. ഹോ, എന്നോടൊന്നും ഒരുത്തി ഇതുപോലെ ഒന്നും പറയുന്നില്ലല്ലോ ഈശ്വര. അതിനെങ്ങനെയാ എറിയാനറിയുന്നവരുടെ കയ്യിൽ ദൈവം പടി കൊടുക്കില്ലാലോ. അതും പറഞ്ഞുകൊണ്ട് ഉമേഷ് അങ്ങോട്ടേക്ക് വന്നു. ജോസേട്ടാ, എന്റെ സ്ഥിതി ഇത് തന്നെയാ. നിങ്ങളൊന്ന് അങ്ങനെ തന്നെ നോക്കി. അങ്ങനെ കണ്ട എന്തിനും ഭംഗിയൊന്നുണ്ടോ? ഒരൊറ്റയാൻ പോലും സാധനം. അതേടാ, ആ പറഞ്ഞ കാര്യം നേരാ. ഒറ്റയാനാണ് അവൻ. പക്ഷേ കാണാൻ ഒരു ആനച്ചന്തെല്ലാം ഉണ്ട്. നീ നോയിക്കോ മോനെ, അവനെ അവള് തളക്കും. പുലിയാവള്, പെൺപുലി. ബുള്ളറ്റ് സ്റ്റാൻഡിലിട്ട് കോലായിൽ കയറി മേറ്റിന്റെ അടിയിൽ നിന്ന് താക്കോലെടുക്കാനായി കുനിഞ്ഞതും കണ്ടു വാതിൽ പകുതി തുറന്നു കിടക്കുന്നു. ഇതാറിപ്പോ വാതിലുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് നാലുപാടും നോക്കി. ഇനി ഞാനെങ്ങാനും പൂട്ടാൻ മറന്നാണോ? താടി തടവിക്കൊണ്ട് ആലോചനയിലായിരുന്നു അവൻ. അധികം ചിന്തിച്ചു കൂട്ടണ്ട, ഇത് ഞാനാ. ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കണ്ടു വാതിലടച്ച് കുറ്റിയിടുന്ന ഹൃദയെ. നീയോ? നീ എങ്ങനെ ഇവിടെ വന്നു? താക്കോലെങ്ങനെ? ആ വാതിൽ കൊടുക്കടി. ആനന്ദേട്ടാ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നു? പതിയെ പറയും, അല്ലെങ്കിൽ ശ്വാസം മുട്ടി പോവും. ശ്വാസം മുട്ടി മരിച്ചുപോയാ പിന്നെ ഉള്ളവൾക്ക് ആരാ? എന്നെ വെറുതെ കരയിപ്പിക്കരുത്. എനിക്കുള്ളതല്ല ഈ ശരീരവും മനസ്സും. പിന്നെതാ ഈ നെഞ്ചിലെ ചൂട് പറ്റി ഒരുപാട് രാത്രി എനിക്ക് ഉറങ്ങാനുള്ളതാ. ആഹാ, അതിനെന്താടി? ഉറക്കിത്തരാടി നിന്നെയാ. നിന്റെ ചേച്ചി ഒരുത്തിയുടെ കഥകളി കഴിഞ്ഞപ്പോൾ അടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ നീ? ദേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. വയസ്സരിച്ച കാലം തൊട്ട് പ്രേമിക്കാൻ ഞാൻ. എന്നെങ്ങാനും കെട്ടിയില്ലെങ്കിൽ ഞാൻ പിടിച്ച് കെട്ടും. പറഞ്ഞേക്കാം. എന്തോന്ന്? ആര് കിട്ടുമെന്ന്? അവൻ അവളെ നിന്ന് രൂക്ഷമായി നോക്കി. ദേ, ഈ ഫാനിൽ കെട്ടി തൂങ്ങുമെന്ന്. എന്നിട്ട് പേപ്പറിൽ നിങ്ങളുടെ പേര് ഞാൻ എഴുതി വെക്കും. എന്റെ മരണത്തിന്റെ ഉത്തരവാദി നീയാണെന്ന്. ആഹാ, ആണോ? എന്നാ നീ പോയി തൂങ്ങാദ്യം. അതും പറഞ്ഞാൽ വാതിൽ തുറക്കാൻ പോയി. ഓ, എന്തൊരു സാധനം ഇത്! ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചി തന്നെ. മനസ്സിലോർത്ത് ഹൃദയ. ആൻറ്റേട്ട് ഇപ്പൊ വാതിൽ തുറക്കില്ലേ? അവിടെ ബാൽക്കണിയിൽ തേപ്പാരി നിൽപ്പുണ്ട്, ക്യാമറ കണ്ണുമായിട്ട്. ആര്? ഒന്ന് പോടി ഇറങ്ങി. ആരെങ്കിലും കണ്ട എന്റെ മാനം പോലെ ഈശ്വര. അങ്ങനെ പോകുന്ന മാനാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ ആൻറ്റേട്ടാ. ശബ്ദത്തിലൊരു കട്ട കൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞ. സത്യമായിട്ട് ഞാൻ തൂങ്ങും. ആനന്ദേട്ടം പിന്നെ ഹൃദയം പൊട്ടി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ മാനസികമായി പാടിയടക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. മുഖത്ത് പറ്റാവുന്നത്ര ദുഃഖഭാവങ്ങൾ വാരി വിതറി അഭിനയിച്ച് തകർത്ത് നിറയാത്ത കണ്ണുകൾ വെറുതെ തുടച്ചു. നാശം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് ഡാമർ തൊട്ട് ഒരേ ഒഴുകിൽ ചിരി തുപ്പിലേച്ചേക്കാൻ കണ്ണിൽ. ഇറങ്ങിപ്പോടി. പോയി എന്താന്ന് വെച്ചാ ചെയ്യ്. അതും പറഞ്ഞ് ആ വാതിൽ തുറന്ന് അവൾ പിടിച്ചളി വാതിലടച്ച്. പാതാളക്കണ്ണിൽ നിന്ന് പിടുത്തമിട്ട് കിണറ്റിലേക്ക് വീണ വട്ടച്ചെമ്പ് പോലെ അവൾ പൂമുഖത്തേക്ക് മുഖമടിച്ച് വീണു. തന്നെ ഞാൻ പിന്നെ എടുത്തോളാട്ടോ. അതും പറഞ്ഞ് തിരിഞ്ഞടന്ന് ഹൃദയ. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറുന്നു കണ്ടു ട്രോഫിയെ ഒക്കെ തിരുത്തി എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നവളെ. നീ എന്തിനാ പാൻറ്റിൻ്റെ വീട്ടിൽ പോയത്? അവളെന്നെ ആകെ മൊത്തം ഒന്ന് നോക്കുന്നുണ്ട്. ഞാനൊരാവശ്യമില്ലാതെ മുഖത്ത് നാണം വാരി വിതറി. അത് പിന്നെ എന്നെ തനിച്ചൊന്ന് കാണണമെന്ന് പറഞ്ഞു ആനന്ദേട്ടൻ. ഞാനിങ്ങനെ പറയും ചേച്ചിയോട്. ആനന്ദേട്ടന് നീ അവിടെ? അവിടെ രണ്ട് ഉണ്ടക്കണ്ണുകൾ കൊണ്ട് എന്നെ ഇപ്പോൾ ചൂഴ്ന്നെടുക്കുന്ന തോന്നിയപ്പോൾ എന്നിലെ ബുദ്ധിരാക്ഷസി ഉണർന്നു. അവിടെ ഒക്കെ തിരിക്കുന്ന ട്രോഫിക്ക് ഒരു ഉമ്മയും കൊടുത്ത് അകത്തേക്ക് ഓടിക്കേറി. അവൾ തകർന്നു പോയി എന്ന് എനിക്ക് മനസ്സിലായി. നിക്കടി അവിടെ. നീ എന്തോർത്തിട്ടാ അയാളുടെ പുറകെ കിടക്കുന്നത്? നീ എഞ്ചിനീയറിംഗ് പഠിപ്പും കഴിഞ്ഞ് നിൽക്കുന്നു. അയാളോ വെറും +2. പിന്നെ പ്രായം നിനക്ക് അയാൾ ഒരു തരത്തിലും ചേരില്ല. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനെ നീയല്ല ഞാൻ, ഇത് ഹൃദയ. നിന്റെ 15 വർഷത്തെ പ്രണയമല്ല, എൻ്റെ 8 വർഷത്തെ പ്രണയം. നീ നിന്റെ പുൾകാൻ കിട്ടിയവൻ്റെ കാര്യം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നോക്കണ്ട. അതിനിവിടെ വേറെ ആളുണ്ട്. എന്ത് പറഞ്ഞടി? എൻ്റെ ഏട്ടനും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? മൂക്കിൽ വലിച്ച് കയറ്റുമോ? അങ്ങേര് വരാൻ സമയമായിട്ടില്ലല്ലോ. നിന്റെ വയറ് വീർപ്പിക്കാൻ മാത്രമല്ലേ അങ്ങേര് ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നു. ഗൾഫിൽ പോയി സുഖിക്കാനടി ചേച്ചി. നീ ആ പാവത്തിനെ തേച്ച്. എന്നിട്ടിപ്പോൾ എന്തായി? ഫ്ലൈറ്റിൻ്റെ അടുത്തെങ്കിലും പോകാൻ നിന്നെ കൊണ്ട് സാധിച്ചോ? എടി നീ ചെവിയിൽ നുള്ളിക്കോ. നീ ആൻ്റെ കല്യാണം കഴിക്കില്ല. അങ്ങേര് നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല. ഹിമയാണ് ഈ പറയുന്നത്. എൻ്റെ മനസ്സിലിട്ട് ഒരു പടക്കവും പൊട്ടിച്ചാണ് കുരുപ്പ് ചാടിത്തുള്ളി പോയത്. സ്വയം കുറെ ചോദ്യങ്ങൾ ചോദിച്ച ഞാനും. ഇനി ആ പോയ കുരുപ്പിന് കരിനാക്കാണോ ഈശ്വര? ആനന്ദേ, നീ ഒരുങ്ങിയോ? ടൗണിൽ പോണ്ട് സാധനം വാങ്ങാൻ. മുണ്ടും മടക്കി കുത്തി തറയിൽ തോർത്തും ചുറ്റി കൈകോട്ടും പിടിച്ച് നിൽക്കുന്ന ആനന്ദിനോട് പറഞ്ഞു ജോസേട്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ പോയാൽ മതി വാനും കൊണ്ട്. അതും പറഞ്ഞ് പറമ്പിലേക്ക് നടന്നവൻ. അല്ലടാവേ, നിനക്കെന്താ ഇപ്പൊ പെട്ടെന്നൊരു കൃഷിഭ്രാന്ത്? ചേനയും ചെയ്യുമ്പൊക്കെ നടണം. അതെന്തിനാണോ ഇപ്പോ? ജോസേട്ടൻ താടിയും തടവിക്കൊണ്ട് ചോദിച്ചു. അതോ അത് എന്റെ 16 വിളമ്പാൻ ഒന്ന് പോയി തരാമോ? എന്തോ നാടുന്നുണ്ടല്ലോടാ. അതും പറഞ്ഞുകൊണ്ട് അവരെ നോക്കി ഒന്ന് ആക്കി ചിരിച്ച അയാൾ അവിടെ നിന്ന് പോയി. പോകുന്ന പോക്കിൽ എതിരെയുള്ള വീട്ടിലേക്കൊന്ന് കണ്ണു വായിക്കാൻ അയാൾ മറന്നില്ല. ആനന്ദ് ഇടം കണ്ടിട്ട് ബാൽക്കണിയിലേക്ക് നോക്കി. ആ സാധനത്തിനവിടെ കാണാമല്ലോ. ഇനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ഈശ്വര.
ഞാനാണെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിൽ വായിൽ വന്നൊക്കെ പറയും ചെയ്തു. ഏയ്, ഞാനെന്തിനാ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നത്? അവളെ എന്നെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുക. അതും പറഞ്ഞ് വീണ്ടും കിളക്കാനായി തുടങ്ങി. ഇടയ്ക്ക് അവൾ അവിടെ ഉണ്ടോ എന്ന് ഇടം കണ്ടിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് അവൻ. അങ്ങനെ ഇടയ്ക്കെപ്പോഴോ നോക്കിയപ്പോഴായിരുന്നു കണ്ടത് തന്നെ മാത്രം നോക്കിയിരിക്കുന്നവളെ. എന്തോ എഴുതുന്നുമുണ്ട്. അവളെ കണ്ടതും ശ്വാസം നേരെ വീണു. പണി നിർത്തി പോവാനായി തിരിഞ്ഞതും ചക്ക വീണ പോലൊരു ശബ്ദം അലർച്ചി. കുറച്ച് പേപ്പറുകളും പൊങ്ങി പറക്കുന്നുണ്ട്. ഹൃദയയുടെ വീട്. അയ്യോ എന്റെ മോളെ, പറഞ്ഞ പോലെ ചെയ്തല്ലോടി നീ എന്നും പറഞ്ഞ അവിടെ അമ്മയുടെ നിലവിളി കേട്ട് ഏന്തി വലിഞ്ഞ് അങ്ങോട്ട് നോക്കി അവൻ കണ്ടു താഴെ വീണ് കിടക്കുന്നവളെ. പിന്നെ ഒരു ഓട്ടമായിരുന്നു അവൻ അവിടെ അടുത്തേക്ക്. കണ്ടോടാ ആനന്ദേ, എന്റെ മോള് കാണിച്ച് നിനക്ക് വേണ്ടിയാണ് അവള്. അമ്മ ഗോളടിച്ച് കയറ്റുന്നുണ്ട്. ഞാനാണെങ്കിൽ കണ്ണുകൾ ഇറുക്കി അടച്ച് ആ കിടപ്പങ്ങ് കിടന്നു. ആവൂ, ടൈൽസ് ഇട്ട തറയിൽ നിന്ന് കുണ്ടിയാണെങ്കിൽ പൊക്കാനും പറ്റുന്നില്ല. ആനന്ദേട്ടൻ ഇപ്പൊ എന്നെ എടുക്കും. അമ്മയൊന്നും മിണ്ടായിരുന്നേ, പിടിക്ക്, ആശുപത്രി കൊണ്ടുപോവാ. ഭദ്രകാളിയോ പറയുന്നു. ഈ പിശാശിപ്പ എവിടുന്നാ വന്നേ? മനസ്സിലങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. അയ്യോ എന്റെ കുഞ്ഞു പോയേ, ഏട്ടനോട് ഞാനിനി എന്ത് സമാധാനം പറയും? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇല്ല, ഒന്ന് എടുക്കാറുന്നേ എന്റെ മോളെ. കവിയൂർ പൊന്നമ്മയെ, അല്ല എന്റെ പൊന്നമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മൊടുക്കാൻ തോന്നിപ്പോയി എനിക്ക്. വാവ്, ഓസ്കാർ വിന്നിംഗ് പെർഫോമൻസ്. 2 കൈ കൊണ്ട് എന്നെ പൊക്കിയെടുത്ത് ഞാൻ ആ മാറോട് പറ്റിക്കിടന്നു, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ. കാറിലേക്ക് കയറുമ്പോൾ ആ മടിയിൽ എന്റെ തലയെടുത്ത് വെച്ച് എന്റെ ശരീരത്തിൽ എന്തോ ഒട്ടുന്ന പോലെ ഞാൻ കണ്ണുകൾ ചിമ്മി തുറന്നു. മോള് കണ്ണുറന്നിട്ടാ? ഞാൻ കണ്ടു രാജപ്പൻ ചേട്ടൻ, ഞങ്ങളുടെ തോട്ടത്തിലെ റബ്ബർ വെട്ടുകാരൻ, 4 പാട് നോക്കുന്നുണ്ട്. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സ്റ്റെയറിംഗ് പിടിച്ചിരിക്കുന്ന ആനന്ദേട്ടൻ. അമ്മ അടുത്തിരുന്ന് കണ്ണുനീർ തുറന്നു വിട്ടിട്ടുണ്ട്. ഒരു സ്പർശന സുഖം ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതോ ആ വായിൽ നിന്ന് വന്ന ദിനേശ് ബീഡിയുടെ വൃത്തികെട്ട നാറ്റം. ഹോ അമ്മച്ചി, എന്റെ ഉള്ള ബോധം കൂടെ പോയി. കയ്യിലൊരു കെട്ടും കെട്ടി അമ്മയും അച്ഛനും ശോകമോകരായി ഇടം വലതിരിക്കുന്നുണ്ട്. ആനന്ദേട്ടൻ വീട്ടിൽ പോയി എന്ന് അച്ഛൻ പറയുന്ന കേട്ടു. ഹോ, എന്നാലൊരു വല്ലാത്ത വീഴ്ചയായി പോയി. ഓരോന്ന് ആലോചിച്ച് കിടന്ന് കണ്ണടഞ്ഞു പോയി. പരിചയമുള്ളൊരു ശബ്ദം കേട്ടു ഞാൻ കണ്ണു തുറന്നു. ഒരു പൂച്ച ചിരിയോടെ കൈകെട്ടി എന്നെ നോക്കി നിൽക്കുന്ന ചങ്ക് മാളവിക മോഹൻ. ഇവളെന്റെ ബെസ്റ്റിയാ. ഞാനും വിട്ടുകൊടുത്തില്ല. അവളെ നോക്കി ഒരു അവിഞ്ഞ ചിരി അങ്ങ് ഇളിച്ചു കൊടുത്തു. അല്ല പിന്നെ. മോളെ, ഇവിടെ കുറച്ചു നേരം ഇരിക്കാവോ? ഞങ്ങൾ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. അതിനെന്താങ്കിൽ പോയിട്ട് വാ, ഞാനിവിടെ കാണും. അവരങ്ങോട്ട് ഇറങ്ങിയതും ഒരു നിഗൂഢത നിറഞ്ഞ മുഖഭാഗത്തോടെ അവൾ എന്നെ നോക്കി. എന്താണ് ഇത്? നിന്റെ അമ്മ പറയുന്നല്ലോ നീ ചാകാൻ പോയതാണെന്ന്. അതങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്തിനാ? ഞാൻ ചത്തില്ലല്ലോടി. അതൊരു നാളം കേട്ട ചാട്ടായി പോയി. ഇത് പെണ്ണെ, മറ്റുള്ളവരെ കോമഡി കളക്കുന്ന പോലെ നീ എന്നെ ആക്കല്ലേ? നിനക്കിപ്പോ കാര്യല്ലേ? അതും ചോദിച്ചൊരു ചിരി അങ്ങോട്ട് പാസ്സാക്കി. ആ, കാലിന് ടിപ്പ് കൊടുക്കുന്നവളാ നീ. നീ ചാവാനോ? നിന്റെ ചെവി കാണിക്കടി, പറഞ്ഞുതരാം. ഞാനൊരു ചിത്രം വരച്ചതാ. വളരെ താഴ്മയോടെ അവളോടായി പറഞ്ഞു ഞാൻ. എന്ത്? ശബ്ദം കുറച്ച് കൂടിപ്പോയെന്ന് വേണിക്ക് തോന്നി. ആ സാധനത്തിന്റെ മുഖത്താണെങ്കിൽ ഭയങ്കര എക്സ്പ്രഷനും. അല്ല, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരുടെ ചിത്രം? എന്റെ ആനന്ദേട്ടന്റെ. അതിന് നിനക്ക് വരക്കാനൊക്കെ അറിയോടി? ഇല്ല. പിന്നെ നീ എന്ത് കോക്കനട്ടാടി വരച്ച്? അതുപോട്ടെ, ചിത്രം വരച്ചെന്ന് നീ എങ്ങനെയാടി താഴെ വീണ്? അതോ അന്നേരം മുട്ടിയത്. ആരാ മുട്ടിയത്? മാളുവിന്റെ മുഖം ആകാംക്ഷ നിർഭരമായിരുന്നു. ആരും വന്ന് മുട്ടിയതല്ല, എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടി, അതാ പറഞ്ഞേ. അയ്യേ, അതായിരുന്നോ? സംഗതി നടത്തി വന്നപ്പോ എന്റെ ചിത്രം കാണുന്നില്ല. ഒന്നും കൂടെ അവിടെ തപ്പി നോക്കിയപ്പോഴത്തേക്ക് കിടക്കുന്നു സാധനം സൺഷെയ്ഡില്. അതെടുക്കാനായിട്ട് കുനിഞ്ഞതാ. അപ്പോഴല്ലേ നമ്മുടെ നായകൻ, സോറി എന്റെ അങ്ങനെ ഒന്ന് വൃത്തി കാണാൻ വേണ്ടി നല്ലപോലെ കുനിഞ്ഞു. പിന്നെ താഴെ ചെന്ന നോട്ടം നിന്ന്. ഹോ, നിന്റെ ഒരു ചിത്രം വരെ ആരും അറിയണ്ട. നാട് മുഴുവൻ നീ ഇപ്പൊ ധീരവനിന്റെയാ. ആനന്ദേട്ടനെ പോലെ ഒരാളെ കിട്ടാൻ വേണ്ടി ജീവൻ വരെ കളയാൻ ശ്രമിച്ചോളൂ. ആരും അറിയേണ്ട നിന്റെ കലാഹൃദയം. തല്ലിക്കൊല്ലും ചിലപ്പോ നാട്ടുകാര്. എടി കുരുത്തം കെട്ടവളെ, നീ ആയിട്ട് ആരോടും പറയാതിരുന്നാ മതി. ആയിക്കോട്ടെ. സദ്യക്കുള്ള പച്ചക്കറികൾ വെട്ടി നുറുക്കിയാണ് ജോലിക്കാര്. ഇതിനിടയിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ദേഷ്യപ്പെടുകയാണ് ആനന്ദ്. എടാ ഊവേ, നീ ഒന്നും പറഞ്ഞില്ല. എനിക്കിതിനൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ആ കുരുത്തം കെട്ടവള്, എനിക്ക് അവളെ കെട്ടിയെടുക്കണം തീരെ താല്പര്യമില്ല. മോൾക്കൊന്നും പറ്റിയില്ലല്ലോ. അതിന് വല്ല ഊളംപാർക്ക കുതിരവട്ടോ കൊണ്ടിട്. ആന്തേ, നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. ജോസേട്ടൻ അവന്റെ കൈ പിടിച്ച് വലിച്ചു. ജോസേട്ടൻ, ഞാൻ വേറെ എന്തും കേൾക്കാം, പക്ഷെ ആ നരുന്നിനെ അത് മാത്രം പറഞ്ഞേക്കില്ലേ, നടക്കില്ല. എടാ, അതൊരു പാവ. ഇഷ്ടമായിട്ടല്ലേ അതിങ്ങനെ നിന്റെ പുറകെ കിടക്കുന്നത്. സ്നേഹിക്കാനും കാത്തിരിക്കാനൊക്കെ ആളുകൾ നല്ലതാടാ. അതില്ലാതാവുമ്പോഴേ അതെനിക്ക് വിഷമറിയുള്ളൂ. ജോസേട്ടന്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു. സ്നേഹം അതങ്ങനെയൊന്നും കിട്ടില്ലടാ. അതുമായിട്ട് ആ കൊച്ചു നിന്നോട് ഇങ്ങനെ കെഞ്ചുമ്പോ നോക്കാനെന്ത്? ആ കൊച്ചു ഇനി എന്തെങ്കിലും കടുങ്കി ചെയ്താ
നിനക്ക് ജീവിതകാലം സ്വസ്ഥത കിട്ടുവാടാ. ജോസേട്ടൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അവൻ ഹൃദ്യയുടെ അച്ഛനെ നോക്കി. ഒരച്ഛൻ്റെ എല്ലാ ദയനീയ ഭാവം ആ മുഖത്തുണ്ടായിരുന്നു. ആനന്ദ്, അയാൾ അവൻ്റെ കൈ മുറുകെ പിടിച്ചു. ആനന്ദേ, ആ ഇളയ സാധനം ഉണ്ടല്ലോ, കുരുത്തം കെട്ടത്, അത് കാരണം ഞാൻ കഴിക്കുന്ന പ്രഷറിൻ്റെ ഗുളികയുടെ അളവ് കൂട്ടി. ഉപ്പേരി പോലെയാ ഇപ്പൊ പെറുക്കി കൂട്ടി തിന്നുന്നു. ഹോ, ആദ്യം മൂത്തവളെ കൊണ്ടുള്ള സ്വൈരക്കേടായിരുന്നു, ഇപ്പം മൂലക്കുരു പോലെ ഇളയതും. അതും പറയാൻ കസേരയിലേക്ക് ഇരുന്ന് ഇടം കണ്ടിട്ട് നോക്കി അവനെ. സമ്മതിക്കടാ, ജോസേട്ട അവനോട് കെഞ്ചി. ശരി, പക്ഷെ ഒരു കാര്യം, രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു ഒപ്പ് മാത്രം, അങ്ങനെയാണെങ്കിൽ സമ്മതം. അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ആനന്ദ് പുറത്തേക്ക് പോയി. ജോസേട്ടനാണെങ്കിൽ ഒലക്കെ ഒഴുങ്ങിയ പോലെയാണ് നിൽപ്പ്. പിന്നെ അയാൾ നോക്കി ചിരിച്ച് കാണിച്ച് അവൻ്റെ പുറകിൽ വെച്ച് പിടിച്ചു. എന്തെങ്കിലും ആവട്ടെ, വെറുതെ നാട്ടുകാർക്ക് തത്തി കൊടുത്ത് കാശുണ്ടല്ലോ. അതും പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ ദീർഘനിശ്വാസം വിട്ടു. കൊള്ളാലോടാ കൊച്ചു കള്ളം. അത് കേട്ട് ആനന്ദ് തിരിഞ്ഞ് ജോസേട്ടൻ അടിമുടിയാകമാനം നോക്കി. അവളെ ഞാൻ കെട്ടണമെന്നല്ലേ? എന്നാ പിന്നെ അങ്ങ് കെട്ടിയേക്കാൻ ജോസേട്ടാ. നിങ്ങൾ നോക്കിക്കോ, ആനന്ദകൃഷ്ണൻ എന്നാണ് എൻ്റെ പേരെങ്കിൽ ഏറിപ്പോയ 6 മാസം, അതിനുള്ളിൽ അവൾ വാനും പൊക്കി ഓടും. ഇല്ലെങ്കിൽ ഈ ആനന്ദ് ഓടിക്കും. അതും പറഞ്ഞ് അവരൊന്ന് ചിരിച്ചു. നീ എന്നാക്കട ഈ പറയുന്നേ? വേണ്ടടാ, അവർ ചെറിയ കൊച്ചാ. നീ ഇങ്ങനെ വിജയ് സേതുപതിയുടെ ഫിഗറും വെച്ച് അമരീഷ് പുരിയുടെ സ്വഭാവം കാണിക്കല്ലേ, താങ്ങില്ലത്. ജോസേട്ടൻ്റെ മുഖത്ത് ദയനീയം നിറഞ്ഞു. ആ വിചാരം ആ സാധനത്തിനും വേണം. അവിടെ ഒരു കോപ്പിലെ പ്രേമം ശരിയായി കൊടുക്കാൻ ഞാൻ അവനെന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എൻ്റെ കർത്താവേ, ഇവനെ കാത്തോണേ, സമ്മതിക്കില്ല ഞാൻ. ആഹാ, അതവളാണ് കാളി, ഉറഞ്ഞു തുള്ളുന്നുണ്ട്. ഇവൾക്കിത് എന്തിനെ ചോദിച്ചില്ല കോപ്പ്. ഞാൻ മുടഞ്ഞ് ഇങ്ങോട്ടേക്ക് ചെന്നു. ആസ്ഥാനത്തൊക്കെ നല്ല വേദന. എന്നെ കണ്ടത് അവളുടെ 2 ചെവിയിൽ നിന്ന് പുക പോകാൻ തുടങ്ങി. അല്ല ചേച്ചി, എന്താ പ്രശ്നം? നീ നിന്റെ ആ ബുൾഗാന്താടി വിളിച്ച് സോപ്പിട്ട് കുട്ടിയും പെട്ടിക്കായിട്ട് അങ്ങ് പോവാൻ നോക്ക്. ഈ പ്രാവശ്യം ഹൃദയാണ് കാളിയായത്. അവൾ നിന്ന് ഉറഞ്ഞുള്ളി. അമ്മ അമ്മ, അവൾ പറയുന്നത് കേട്ടോ. അവൾ പറഞ്ഞില്ല എന്താടി തെറ്റ്? നീ വേഗം അടുത്ത വണ്ടി പിടിക്കാൻ നോക്ക്, ഇല്ല അവൻ വീണ്ടും വരും. അർത്ഥം വെച്ച് ആകെ മൊത്തം നോക്കി ഹിമയ അമ്മ. അതെ, ഇനി അമ്മ അങ്ങോട്ട് വരാം. എനിക്ക് വിമാനത്തിലൊക്കെ കയറാലോ. ഈ ജനലിന്റെ സൈഡിലൊന്നും ഇരിക്കണം, കണ്ണുകളുയർത്തി പറഞ്ഞു. എന്തൊരു നടക്കാത്ത സ്വപ്നം ഹിമ. എന്തോന്ന് അമ്മ ഇത്? ആദ്യം എന്റെ കാര്യം സെറ്റാക്ക്, എന്നിട്ട് മതി അവളുടെ പേരെടുക്കല്. അല്ല, ഇനിയും പെറ്റുകൂട്ടാണ്ടല്ലോ അവൾക്ക്. അതാ, ഇനി എന്റേത് കഴിഞ്ഞിട്ട് ഇവള് പെറ്റാ മതി. നാണോ മാനമില്ലാത്ത കച്ചറുകൾ. ഞാൻ പുച്ഛം വാരി വിതറി. അമ്മ, എന്നാൽ ആനന്ദേട്ടൻ ഇവളും ഇപ്പൊ തോന്നും സദ്യ തന്നെയായിരുന്നു നല്ലതെന്ന് പറഞ്ഞൊരു ദീർഘനിശ്വാസം വിട്ട് ഹിമ. തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ പോലെ തലയും കുനിച്ചു പോയി അവൾ. ഇന്നാണ് ആ മഹത്തായ ദിനം. ആനന്ദേട്ടന് ഹൃദയം ഒന്നാവുന്ന ദിവസം. അമ്മയുടെ തകർപ്പൻ സെന്റിമെന്റൽ ആക്ടിങ് കാരണം ശിവന്റെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാമെന്ന് ആനന്ദേട്ടൻ സമ്മതിച്ചു. കുറച്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആനന്ദേട്ടന് അച്ഛനും അമ്മയില്ലാത്ത കാരണം അവരുടെ ഭാഗത്തിൽ ഞാൻ ജോസേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉമേഷും. മാളു എന്നെ മുട്ടി അടുത്ത് തന്നെയുണ്ട്. എടി കള്ളി, നിന്റെ കുത്തിവര കൊള്ളത്തിലേക്ക് നിനക്ക് അങ്ങനെ ബുദ്ധി തോന്നി നന്നായി. എന്നാലും വീഴ്ത്തി കളഞ്ഞില്ലേ അങ്ങേര് നീ? എന്റെ ചന്തി പോയി. ഇനി ഞാൻ എങ്ങനെ? കുറച്ച് ശബ്ദം കൂടിപ്പോയി. എല്ലാവരുടെയും കണ്ണ് എന്നിലാണ്. അങ്ങനെ ആനന്ദേട്ടന്റെ കഴുത്തിൽ താലിയാർത്തി. കണ്ണിൽ നോക്കിയാൽ പ്രണയം അറിയാൻ പറ്റുമത്രേ. ഏതാ അലവലാതിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ കണ്ണുകളിലേക്ക് ചൂഴിന് നോക്കി. എന്താടി? ഏയ് ഒന്നുമില്ല. അറിയാതെ പോലും ആ വിരലുകൾ എന്നെ സ്പർശിക്കാതിരിക്കാൻ ഒരുപാട് പാടുപെടുന്ന പോലെ തോന്നി. ആ കൈകൾ വിറക്കുന്നുണ്ടോ? എന്നിലെ കുറുക്കൻ വീണ്ടും ഉണർന്നു. മൂക്കുകൊണ്ടൊന്ന് പരതി. ഏയ് ഇല്ല, എനിക്ക് തോന്നിയതാവും. മോന്തിയിട്ടുണ്ടോന്ന്. ആനന്ദേട്ടടക്ക് കണ്ണുവെട്ടിച്ച് കാളിയെ നോക്കുന്നുണ്ട്. ആ പിശാശി തിരിച്ചും. അവളുടെ ഭാവങ്ങൾ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഒരാവശ്യമില്ലാതെ അമ്മ മൂക്ക് വിഴിയുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഒരു മതിൽക്കെട്ടിന്റെ അപ്പുറത്തേക്കാണെങ്കിലും ഞാൻ മുഖത്ത് ദുഃഖത്തിന്റെ നാനാഭാവങ്ങൾ വാരി വിതറി. പിഷ്കു പിഷ്കു പിഷ്കു. ബൊക്ക കൊണ്ട് അലങ്കരിച്ച കാറ് നോക്കിയിരുന്നിരുന്ന എനിക്ക് മുന്നിലേക്ക് ആക്രിക്കാർക്ക് പോലും വെറുതെ കൊടുത്താലും വേണ്ടാത്തൊരു ചക്കടാ സ്കൂട്ടറും കൊണ്ട് വലിയ ഗെറ്റപ്പിൽ ദാ വന്നിരിക്കുന്ന അങ്ങേര്. കരയണമെന്നുണ്ടെങ്കിൽ ഈ കഥയിൽ കരച്ചിൽ അലർജി ആയതുകൊണ്ടും ആ ചിന്തയിൽ ഞാൻ മുളയിലേ നുള്ളി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ചാടി കയറി ആനന്ദേട്ടന്റെ വയറിൽ ഉടുമ്പ് പിടിച്ച പോലെ അങ്ങ് ചുറ്റി. സത്യം പറയാലോ, മേലാസകളിൽ ഒരു കുളിരും പിന്നെ ഒരു രോമാഞ്ചവും. അതേ സുഹൃത്തുക്കളെ, ഞാൻ രോമാഞ്ച കഞ്ച കുഞ്ചികയായി. എന്നാരും കേൾക്കാതെ പല്ലിയേരിച്ചു അങ്ങേര്. ഞാനാരാ മോള്? ഞാൻ വിടുവോ? അട്ട ഒട്ടിയ പോലെ ഒന്നും കൂടി പിടിയങ്ങ് മുറുക്കി. പിന്നെ ഒരു പായല റോക്കറ്റ് വിട്ട പോലെ. എന്തൊരു ധൃതിയാ കൊച്ചു കള്ളൻ. എവിടെ നിന്നോ ഒരു നാണം വന്ന് എന്നെ മൂടി. രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന സുഖമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ വയറ്റിലെന്തോ ഇനിങ്ങേര് സദ്യയിൽ വിമ്മ് കലക്കിയോ. ആകെ എന്തോ ഒരു വെപ്രാളം. ബാക്ക് എഞ്ചിന് പണി കിട്ടിയ പോലെ. ഇറങ്ങി വീടെത്തി. അതും പറഞ്ഞ് എന്നെ നോക്കുപോലും ചെയ്യാതെ ആ കാലൻ കയറിപ്പോയി. വിളക്കെടുക്കാനാവും.
നിലവിളക്കും താലവും പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും അവിടെ നിന്നു. വയറ്റിലാണെങ്കിൽ വീണ്ടും ഒരു ഗുളുഗുളു ശബ്ദം. ആകെ മൊത്തം ഒരു മുട്ടൻ. മുട്ട് തടുക്കാൻ കഴിയില്ലല്ലോ. എങ്കിലും ഞാൻ ശ്വാസം പിടിച്ച് നിന്ന്. ഭഗവതി, 3.5 മിനിറ്റ് പിടിച്ചെന്നാ ജീവൻ പോവും. ആര് കാതിക്കോടി, വിളക്കും താലമൊക്കെ ആയിട്ട് വരാൻ ഇവിടെ ആരുമില്ല. വേണേ കേറിപ്പോര്. ട്രാക്കുള ആത്മ. കാലിലൂടെ എന്തോ ഇഴഞ്ഞതും അലർച്ചയും ചാട്ടവും ഒരുമിച്ചായിരുന്നു. എന്താടി? നിങ്ങൾ പേടിക്കണ്ട, അവിടെ ഇരിക്കും. അത് സിംഹം ഗർജിച്ചതാ. നീ പൂച്ച കണ്ടിട്ടില്ലേ? നാശം, മാറങ്ങോട്ട്. ദേ എന്നെ തള്ളി വീണ്ടും പോയി. ഇങ്ങേരുന്ന നാടൻ കളിക്ക് വേണം. അത് മിന്നുവായിരുന്നു, ആനന്ദേടന്റെ പൂച്ച. എന്നെ വരവേൽക്കാൻ വന്നാണ്. എന്തേലും ആവട്ടെ. അവളെയും എടുത്ത് വലതുകാലം കുത്തി ഞാനങ്ങ് കയറി. ഇനി എന്തിരോ വരാനും, എന്തിരോ വരട്ട്. കാത്തിരിക്കാം ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.